നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നേരത്തെ കേരളത്തിലെ ആരോഗ്യ വകുപ്പായിരുന്നു ICUയിൽ. ഇപ്പോഴിതാ ആരോഗ്യമന്ത്രിയെയും ICUയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. മറുവശത്ത് കുത്തഴിഞ്ഞ ആഭ്യന്തര വകുപ്പിനെയാണ് കേരളം കാണുന്നത്. ഒരു മന്ത്രിയുടെ കഴുത്തിന് പിടിച്ചാണ് അവർ തള്ളിയിരിക്കുന്നത്. ഈ സർക്കാരിന്റെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ ഇമ്മാതിരി നാടകം വേണോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നു. വീണ ജോർജിനെ ആക്രമിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും പങ്കുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം വീണയുടെ കഴുത്തിന് പിടിച്ചത് ആ പോലീസ് ഉദ്യോഗസ്ഥരാണ്. വീണ ജോർജിന് ഇത്ര കഴിവുണ്ടായിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്ന മണിക്കൂറുകൾ. പഴയ മോണോ ആക്ട് മത്സരവും മത്സര വിജയി സന്തോഷിക്കുന്ന ചിത്രങ്ങളുമൊക്കെ പറപറക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഒരൊറ്റ ദിവസം കൊണ്ട് കേരളത്തിലെ സോഷ്യൽ മീഡിയ കീഴടക്കി വീണ ജോർജ് എന്ന മന്ത്രി കുതിച്ചു പായുന്നു. ഒരുപക്ഷെ കേരളത്തെ നടുക്കിയ ഇതുപോലൊരു ചാവേർ ആക്രമണം മുൻപൊന്നും നടന്നിട്ടുണ്ടാവില്ല. കാരണം ആക്രമിച്ച വ്യക്തിയുടെ ഒരു ദൃശ്യങ്ങളും പുറത്തുവിടാൻ കഴിയുന്നില്ല സർക്കാരിന്. അദൃശ്യനായി നിന്നുകൊണ്ടാണ് വീണ ജോർജിനെ ആക്രമിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. അതല്ല, KSUക്കാരെ പോലീസ് കഴുത്തിന് പിടിച്ച് പുറത്താക്കുകയായിരുന്നു എന്ന അവരുടെ പരിദേവനമാണ് ദൃശ്യങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോഴിതാ മറ്റൊരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നു. റെയിൽവേ പോലീസ് അവരുടെ CCTV ദൃശ്യങ്ങളൊക്കെ അരിച്ചു പെറുക്കി. എന്നാൽ ഒരൊറ്റ ദൃശ്യത്തിലും മന്ത്രിയെ KSU പിള്ളേർ ആക്രമിക്കുന്ന ദൃശ്യങ്ങളെയില്ല. എങ്ങനെയാണ് മന്ത്രിയുടെ കഴുത്തുളുക്കിയത് എന്നതിനെ ചൊല്ലി കേരളത്തിൽ അതിശക്തമായ തർക്കങ്ങൾ നടക്കുന്നു. മറുവശത്ത് ഇത്തരമൊരു നാടകം അവതരിപ്പിച്ച് ഭരണത്തിലേക്ക് വീണ്ടും വരാനുള്ള CPM പാർട്ടിയുടെ ഈ നടപടിയെ ജനം പുച്ഛിച്ചു തള്ളുന്നു. ചികിത്സാ പിഴവ് മൂലം കൈമുറിച്ചു മാറ്റപ്പെട്ട ആ പെൺകുട്ടിയുടെ മാതാവ് ഇന്ന് പ്രതികരിച്ചിരിക്കുന്നു. ആരോഗ്യമന്ത്രിയുടെയും മകളുടെയും ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് അവർ തന്റെ വേദന പങ്കുവച്ചത്. എന്റെ മകൾ അനുഭവിച്ച വേദനയൊന്നും കൊതുക് കടിച്ചാൽ ഉണ്ടാകില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ KSU പിള്ളേർ ആക്രമിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ തങ്ങളുടെ പക്കലില്ല എന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത്. സംഭവത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു. കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസിന് കീഴിൽ റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് റെയിൽവേ പോലീസ് RPFനോട് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതിനായി നടത്തിയ പരിശോധനയിലാണ് ഇത്തരം ദൃശ്യങ്ങളില്ല എന്ന് വ്യക്തമായിരിക്കുന്നത്. സംഭവത്തിന് ശേഷം ആരോഗ്യമന്ത്രിയുടെ മൊഴിയെടുക്കാനായി നീങ്ങിയ റെയിൽവേ പോലീസ് ആശുപത്രിയിലെത്തി. എന്നാൽ മൊഴി നൽകാൻ തന്റെ ആരോഗ്യം അനുവദിക്കുന്നില്ല എന്നാണ് വീണ ജോർജ് അറിയിച്ചത്. അപ്പോൾ പിന്നെ വീണ ജോർജിന് എന്താണ് സംഭവിച്ചത്? ഒടുവിൽ മന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ മൊഴിയെടുത്ത് റെയിൽവേ പോലീസ് മടങ്ങി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ചത് എന്താണ്? ഈ സംസാരങ്ങൾക്കിടയിൽ ഇതാ ഒരു ദൃക്സാക്ഷി ഇതേക്കുറിച്ച് പറയുന്നു. കേരളത്തിലെ സമൂഹ മാധ്യമങ്ങളിൽ ഈ ദൃക്സാക്ഷി പറയുന്ന ഈ ശബ്ദരേഖ വൈറലാണ്. അതിങ്ങനെ: ഇത് വെറുതെയാ. ഞാന് കണ്ണൂര് റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരതിൽ കയറി നിൽക്കുമ്പോഴാണ് ഇവര് വരുന്നത്. സ്റ്റേഷന്റെ മെയിൻ എൻട്രൻസിന് കുറച്ച് പേര് തടഞ്ഞു എന്നല്ലാണ്ട് വേറെ ഒന്നും നടന്നില്ല. കാരണം ഞാൻ നേരെ ഓപ്പോസിറ്റ് നിന്ന് കണ്ടോണ്ടിരിക്കുക. പോലീസാണ്, ഒരു പറ്റും പോലീസുണ്ട്, ഒന്നും സംഭവിച്ചില്ല. അവരത് നടന്ന് സ്റ്റെപ്പ് കയറി 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് വീൽ ചെയർ എടുക്കുക. അവർക്ക് കഴുത്തുവേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീൽ ചെയർ വന്നില്ല, മറ്റൊരു വേറെ വണ്ടി വന്നു. ആദ്യം വീൽ ചെയർ പോലീസുകാർ എടുത്തോണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ വണ്ടി വന്ന് അതിൽ കയറ്റിക്കൊണ്ട് പോയി. അവിടെ വേറെ ഒന്നും നടന്നില്ല. പെട്ടെന്ന് വന്നപ്പം പെട്ടെന്ന് ജൈവിളി കേട്ടപ്പോ എല്ലാവരും പേടിച്ചു പോയി എന്നല്ലാണ്ട് വേറൊന്നും അവിടെ ഉണ്ടായില്ല. ചുമ്മാണ് കരിങ്കൊടി കാണിച്ചു, അവര് സിന്താവ വിളിച്ചു എന്നുള്ളത് സത്യമാണ്. രാജിവെക്കണം എന്നും പറഞ്ഞ് എല്ലാം കൂടി ഒരു 2-3 മിനിറ്റ് പോലും ഉണ്ടായില്ല. അതിനിടയ്ക്ക് മീഡിയക്കാരും കുന്തവും കൊടച്ചക്കറും ഒരു 50 പോലീസും. എന്നിട്ട് ഈ പെണ്ണുങ്ങൾ നടന്ന് സ്റ്റെപ്പ് കയറി 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് വന്ദേ ഭാരതിന് അവർക്ക് C4 ആയിരുന്നു. അവിടെ വന്ന്, അതായത് ഞാൻ C9 ആയിരുന്നു, അവര് C4 ആയിരുന്നു. അവിടെ വന്ന് ഇരിക്കുന്നൊക്കെ കണ്ടതാ. ഒരു കുഴപ്പമില്ലാണ്. എന്തൊരു അഭിനയ ദൈവമേ. റെയിൽവേ പ്ലാറ്റ്ഫോമിലാണ് ഈ ക്രമസമാധാന പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റെയിൽവേ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. റെയിൽവേ പോലീസിന് KSU വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യാൻ നിർവാഹമില്ല. കാരണം അവർ മന്ത്രിയെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളൊന്നും അവരുടെ കയ്യിലില്ല, ഒരുവിധ തെളിവുകളുമില്ല. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന തലത്തിലാണ് വീണ ജോർജ് ഇപ്പോൾ തനിക്ക് പരിക്കേറ്റ വിവരം കേരളത്തോട് പറയുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കഴുത്തിന് ക്ഷതമേറ്റുവെന്നാണ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്. തങ്ങളുടെ മന്ത്രിയുടെ കാര്യത്തിൽ എന്തായാലും മെഡിക്കൽ സൂപ്രണ്ട് അവിവേകമെന്ന്
ലക്ഷണമൊന്നും കാട്ടില്ലല്ലോ. കഴുത്തിനേറ്റ ക്ഷതവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നിയോഗിച്ച വിദഗ്ധ സംഘം മന്ത്രിയെ പരിശോധിച്ചു. MRI സ്കാനിംഗ് ഉൾപ്പെടെ വേണ്ടിവരുമെന്നാണ് ഈ വിദഗ്ധ സംഘത്തിന്റെ കണ്ടുപിടുത്തം. കഴുത്തുളുക്കിയ മന്ത്രിയുടെ ഈ വേദന കയ്യിലേക്കും പടർന്നിട്ടുണ്ടാകാം എന്ന് വിദഗ്ധ സംഘം അനുമാനിക്കുന്നു. എന്നാൽ മന്ത്രിയുടെ കഴുത്തിന് എങ്ങനെ പരിക്കേറ്റു എന്നത് ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നു. സംഭവം ഒരു മാടനടിയാണോ എന്നതുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ വെല്ലുവിളിച്ചു. ഇപ്പോഴിതാ മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ച FIR വായിച്ചാൽ നമ്മൾ നടുങ്ങിപ്പോകും. പ്രതികൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് അതിക്രമിച്ചു കയറി കൊല്ലട എന്നാക്രോശിച്ച് മാരകായുധങ്ങളുമായി മന്ത്രിക്ക് നേരെ ചാടി വീണു. മന്ത്രിയുടെ കഴുത്തിന് ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു. ദൃശ്യങ്ങളിൽ ഒരുവിധത്തിലും പതിയാത്ത ഈ വിവരങ്ങൾ എങ്ങനെ FIRൽ ഉൾപ്പെടുത്താൻ പോലീസിന് കഴിഞ്ഞു? ഒരു ദൃശ്യങ്ങളിലും തെളിയാത്ത അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് FIRൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന് പോലീസിനോട് അധികൃതർ നിർദ്ദേശിച്ചു. മന്ത്രിയുടെ ഗൺമാൻ MS അഭിലാഷിന്റെ മൊഴിപ്രകാരം തയ്യാറാക്കിയതാണ് FIR. റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങളിൽ കരിങ്കൊടി പ്രതിഷേധവും വാക്കുതർക്കവുമാണ് പ്രകടമായിട്ടുള്ളത്. മന്ത്രി വീണ ജോർജാണ് പ്രതിഷേധക്കാർക്ക് നേരെ ചീറിയെടുക്കാൻ ശ്രമിച്ചത്. അവരെ പോലീസ് ഒരുവിധം തടഞ്ഞു നിർത്തുന്നതാണ് ദൃശ്യങ്ങളിൽ കേരളം കാണുന്നത്. മന്ത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ പേരിൽ കേരളത്തിൽ വ്യാപകമായ ആക്രമണമാണ് ഇപ്പോൾ CPM അഴിച്ചുവിട്ടിരിക്കുന്നത്. കൊടിയേരിയിലെ കോൺഗ്രസ് ഓഫീസിന് തീയിട്ടു. DCC ഓഫീസുകൾക്ക് നേരെ കല്ലേറ്. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരിക്ക് ആക്രമണങ്ങളിൽ പരിക്കേറ്റു. മന്ത്രിയെ നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് CPM പാർട്ടി ഓഫീസ് തന്നെയല്ലേ എന്നും പ്രതിപക്ഷം പരിഹസിക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെയുണ്ടായ പ്രതിഷേധത്തിനിടയിൽ ഒരു കറുത്ത തുണി കൊണ്ട് അവരുടെ കഴുത്ത് മുറുക്കിയെന്നാണ് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞത്. ഇത്തരമൊരു ദൃശ്യം ഒരു വിധത്തിലും കേരളത്തിൽ കാണാൻ കഴിയുന്നില്ല. എന്നാൽ മന്ത്രിയുടെ തൊട്ടു പിന്നാലെ ഓടുന്ന ഒരു കരിനീല വസ്ത്രധാരി പ്രതിഷേധക്കാരനല്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. അത് മന്ത്രിയുടെ ഗൺമാൻ MS അഭിലാഷ്. മന്ത്രിയെ KSU പ്രവർത്തകർ ആയുധം ഉപയോഗിച്ച് കഴുത്തിന് പരിക്കേൽപ്പിച്ചുവെന്നാണ് FIR. എന്നാൽ MV ജയരാജൻ പറയുന്നത് കഴുത്തിൽ കറുത്ത തുണി കുരുക്കി മന്ത്രിയെ കൊലപ്പെടുത്താൻ പോലും ശ്രമിച്ചുവെന്ന്. പ്രതിഷേധക്കാർ മന്ത്രിയുടെ അരികിലേക്ക് എത്താൻ ശ്രമിച്ചു എന്നത് വ്യക്തമാണ്. എന്നാൽ ഒരുവിധത്തിലും മന്ത്രിയുടെ അടുക്കലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞില്ല. 19ഓളം പോലീസുകാർ അവരെ വളഞ്ഞിട്ട് ഓടിക്കുന്ന ദൃശ്യം. അവർക്ക് നേരെ ആക്രോശവുമായി അടുക്കുന്നത് ഇതേ ആരോഗ്യമന്ത്രി തന്നെ. ഇതിനിടയിൽ മന്ത്രിയെ സംരക്ഷിക്കാൻ ഗൺമാൻ നീങ്ങുന്നതിനെയാണ് മർദ്ദിക്കാനായി ഓടിയെത്തിയ KSUക്കാരൻ എന്ന നിലയിൽ ആദ്യം പ്രചരണത്തിന് ഉപയോഗിച്ചത്. സംഭവം നടക്കുമ്പോൾ ഗൺമാൻ അടുത്തുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് മന്ത്രിയെ സംരക്ഷിക്കുന്നതിൽ വീഴ്ചയുണ്ടായി എന്ന് കോൺഗ്രസ് തിരികെ ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടി നിൽക്കുകയാണ് CPM. മന്ത്രി വീണ ജോർജിനെ ആദ്യം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് ഇന്നലെ രാത്രി 10 മണിയോടെയാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. മന്ത്രി ആശുപത്രിയിൽ ICUയിൽ കഴിയുമ്പോൾ ആ സ്വിച്ചുകൾ പോലും ഓൺ ചെയ്തിരുന്നില്ല എന്ന് സമൂഹ മാധ്യമങ്ങളിൽ പകർത്തിയ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഒരു നേഴ്സ് കുടുകുട ചിരിക്കുന്നത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചിരി പടർത്തി. വീണ ജോർജിന് പരിക്കേറ്റ സംഭവത്തിൽ 5 KSU പ്രവർത്തകരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം രാത്രിയോടെ ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. ഇന്നലെ 1ാം പ്ലാറ്റ്ഫോമിന് മുന്നിൽ BJP പ്രവർത്തകരാണ് ആദ്യം മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചത്. അതിനുശേഷം മന്ത്രി പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോൾ KSU പ്രവർത്തകർ പ്രതിഷേധവുമായി ചാടി വീണു. 5ഓളം പ്രവർത്തകരാണ് മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചത്. ഇവരെ തടയാൻ പോലീസ് ശ്രമിക്കുന്നതിനിടെ ഉന്തും തള്ളും. ഇതിനിടെ മന്ത്രി പ്രതിഷേധക്കാരോടും പോലീസിനോടുമൊക്കെ കയർക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്താ എനിക്ക് നടക്കാൻ പറ്റില്ലേ? ഭീരുക്കൾ അവരോട് ഒന്നുകൂടി വരാൻ പറയൂ. പ്രതിഷേധക്കാരെ മാറ്റിയതിനു ശേഷം കടന്നുപോയ മന്ത്രി അവിടെയുണ്ടായിരുന്ന സ്പീക്കർ MN ഷംസീറിനെ കണ്ടു. ഇതിനെ തുടർന്നാണ് തനിക്ക് പരിക്കേറ്റു എന്ന് മന്ത്രി വെളിപ്പെടുത്തിയത്. സ്പീക്കർ ഷംസീറാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്ന് പ്രതിപക്ഷം ആരോപണമുന്നയിച്ചു. സ്പീക്കറുടെ പങ്ക് ഗൂഢാലോചനയിൽ വ്യക്തമാണ്. അത് അന്വേഷിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. തുടർന്ന് സ്പീക്കറുടെ നിർദ്ദേശപ്രകാരമാണ് വീണ ജോർജിനെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇതിനിടയിൽ വീണ ജോർജ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ ബന്ധപ്പെട്ടു. തുടർന്ന് തളർന്നു വീണ വീണ ജോർജ് ആശുപത്രിയിലെത്തി ICUയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അപ്പോഴേക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തി. പിന്നീട് കേരളം കണ്ടത് അതിനാടകീയമായ സംഭവ വികാസങ്ങൾ. തൊട്ടുപിന്നാലെ കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ ആക്രമണം. തലശ്ശേരി കൊളശ്ശേരിയിൽ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ചാണ് CPM പ്രവർത്തകർ പ്രതിഷേധിച്ചത്. മന്ത്രി വീണ ജോർജിന് സർക്കാർ ആശുപത്രിയിൽ ലഭിക്കുന്നത് VVIP പരിഗണന.
ഇപ്പോഴിതാ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ഒരു രോഗിയുടെ തലയിൽ ചക്ക വീണ വാർത്ത കൂടി നമ്മൾ കേൾക്കുന്നു. ഓമല്ലൂർ സ്വദേശിയായ എൻ ഗംഗാധരൻ നായരുടെ തലയിലാണ് ചക്ക വീണത്. പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലെത്തിയ ഒരു രോഗിയുടെ ഗതികേട്. സംഭവത്തിൽ അയാളുടെ തലയ്ക്കും കാൽമുട്ടുകൾക്കും കൈമുട്ടുകൾക്കും പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ. ഡോക്ടറിനെ കണ്ടതിന് ശേഷം മരുന്ന് വാങ്ങാനായി വരി നിൽക്കുമ്പോഴാണ് ചക്ക തലയിൽ വീണത്. ബോധരഹിതനായി ഗംഗാധരൻ നായരെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മന്ത്രി വീണ ജോർജിനെ ചികിത്സിക്കാൻ വിദേശത്ത് നിന്ന് പ്രത്യേക സംഘം ഇങ്ങോട്ടേക്ക് പുറപ്പെടുമോ എന്ന് ചോദിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും. ഒരുപക്ഷെ ക്യൂബയിൽ നിന്ന് പ്രത്യേക സംഘത്തെ CPM ഇവിടെ എത്തിച്ചേക്കാം. എന്തൊരു ട്രോളാണ് മനുഷ്യ എന്നൊക്കെ ചോദിക്കുന്ന ചിലർ. ഭീകരമായ കറുത്ത തുണി കേരളത്തിൽ നിരോധിക്കേണ്ടി വരുമെന്നാണ് ചിലരുടെ കണ്ടുപിടുത്തം. വീണ ജോർജിന് ചികിത്സ വേണ്ടത് മുറിവിനല്ല, പകരം അഭിനയത്തിനാണ് എന്ന് മറ്റു ചിലർ പറയുന്നു. ഒരുവിധം പ്രചരണത്തിൽ കൊഴുക്കാൻ ശ്രമിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി വീണ ജോർജിന്റെ ഈ നമ്പറുകൾ. ഇതിപ്പോൾ പാർട്ടിയുടെ വിശ്വാസ്യതയെ ബാധിച്ചിരിക്കുന്നുവെന്ന് വ്യക്തം. ശരിക്കും വീഴ്ച പറ്റിയത് ആരോഗ്യവകുപ്പിനാണോ അതോ ആരോഗ്യമന്ത്രിക്കാണോ? എന്തായാലും വീണ ജോർജിന്റെ വീഴ്ചയോടെ CPM അടപടലം പാതാളക്കുഴിയിൽ. ഒരു വശത്ത് വീണ ജോർജിന്റെ ആക്രോശം, മറുവശത്ത് വീണ ജോർജിന്റെ ധാർഷ്ട്യം, പിന്നീട് കണ്ടത് വീണയുടെ അഭിനയം, ഒപ്പം AN ഷംസീറിന്റെ ഗൂഢാലോചന. LDFനാണ് ഇവിടെ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. വീണ ജോർജിന്റെ വീഴ്ചയോടെ അവിശ്വാസ്യതയും കൃത്രിമത്വവുമൊക്കെ LDFന് മേൽ ആരോപിക്കപ്പെടുന്നു. പുറത്തുവരുന്ന വിവരങ്ങളും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു വിധത്തിലും പൊരുത്തപ്പെടുന്നില്ല. ഇത് CPMന്റെ വിശ്വാസ്യതയെ അടിമുടി ബാധിച്ചു. ഈ സംഭവം ഒരു പാർട്ടിയുടെ കള്ളത്തരവും കൃത്രിമത്വവുമാണ് തുറന്നു കാട്ടുന്നത് എന്ന് പ്രതിപക്ഷം കൃത്യമായി കേരളത്തിന് മുന്നിൽ വരച്ചിടുന്നു. പാർട്ടിയുടെ വിശ്വാസ്യതയ്ക്കേറ്റ കനത്ത തിരിച്ചടി എന്ന് വേണമെങ്കിൽ ഈ സംഭവത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. വീണ ജോർജിനെതിരെയുള്ള വിമർശനങ്ങൾ ഇപ്പോൾ വളരെ ശക്തമാകുന്നു. ഈ രാഷ്ട്രീയ നാടകം ജനങ്ങൾ വലിച്ചെറിയുന്ന കാഴ്ചയാണ് മറുവശത്ത്. ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇതിനെ ഒരു രാഷ്ട്രീയ നാടകമായി തന്നെ കാണുന്നു. അതുകൊണ്ടാണ് വീണ ജോർജിനൊരു ഓസ്കറെങ്കിലും കൊടുക്കണം എന്ന് പലരും വിളിച്ചു പറയുന്നത്. പഴയ മോണോ ആക്ടിൽ 1ാം സ്ഥാനം നേടിയ വീണ ജോർജിന്റെ അഭിനയം എന്തായാലും തകർത്തു വാരിയിരിക്കുന്നു. സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വീണ ജോർജിനെ ശസ്ത്രക്രിയ നടത്തരുത് എന്ന് പറയുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ഇനി ആ വയറ്റിൽ നിന്ന് വല്ല അരിവാളും ചുറ്റുകയും കണ്ടെടുത്താലോ? റെയിൽവേ സ്റ്റേഷനിൽ മുഴുവൻ ഉണ്ടായിരുന്നത് ബൂർഷ്വാ ക്യാമറകളാണ് എന്നൊരുപക്ഷെ ഇനി പാർട്ടി ക്യാപ്സുകൾ വന്നേക്കാം. അതുകൊണ്ടാവാം മന്ത്രി വീണ ജോർജിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ അതിലൊന്നും പതിയാത്തത്. കരിങ്കൊടിയുടെ കാറ്റേറ്റ് പിടലി ഉളുക്കിയ മന്ത്രി വീണ ജോർജ് എന്ന കൊച്ചമ്മയെ പരിഹസിക്കുകയാണ് പലരും. വ്യാജ ആക്രമണ പരാതിയിൽ ഇപ്പോൾ കേരളത്തിലുടനീളം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുകയാണ് CPM പാർട്ടി. അതെ, തൊലിക്കെട്ടിയുടെ കാര്യത്തിൽ ഈ പാർട്ടിയെ തോൽപ്പിക്കാൻ കഴിയില്ല മക്കളെ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ മുഖ്യ കുറിപ്പ്. ഒപ്പം പിണറായി വിജയന്റെ പഴയ വാക്കും, നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ചൊരു ചുക്കും അറിയില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.